ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ബീഫ് വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 1/2 കിലോൻ്റെ മുകളിലായിട്ട് ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി ബ്ലഡൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ബൗളിൽ എടുത്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നീളത്തിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമുക്കൊരു 1.25 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 10-15 കുരുമുളക് മുഴുവനായിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ തേങ്ങ വറുക്കാൻ നേരത്തെ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുക്കാൻ ശ്രമിക്കുക. എന്നാലാണ് കറക്റ്റായിട്ട് നമ്മുടെ തേങ്ങ വറുത്ത് കിട്ടുള്ളൂ. അങ്ങനെ വറുക്കുന്നതിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റും കൂടുക കേട്ടോ. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് കരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് വേവില്ല. അപ്പോൾ ഈ ഒരു കളർ ആവുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി ഇതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ബീഫ് മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടിയും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അത് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ബീഫിലോട്ട് 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 8 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ബീഫും ചക്കക്കുരു ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടായിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. വിറകടുപ്പിലൊക്കെ ഈ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ വേഗത്തിൽ നമുക്കത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിൽ ആദ്യം വേവിച്ചെടുത്തിട്ട് യോജിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ചക്കക്കുരുവും ഒരു കുക്കറിലേക്ക് ആക്കുവാണ്. ചക്കക്കുരുവിൽ ഞാനൊരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ നമുക്ക് ചക്കക്കുരുവിന്. ബീഫിൻ്റെ അത്രയും വേവില്ലല്ലോ. അപ്പോൾ അതും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ടാവും. നമുക്കിതൊരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല ചൂടാണെങ്കിൽ ഇത് അടിക്കണ സമയത്ത് നമുക്ക് മേത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചൂടോടുകൂടി എടുക്കുന്നത്. ചെറിയ ചൂടോടുകൂടി തന്നെ എടുക്കണം, എന്നാലാണ് നന്നായിട്ട് അരഞ്ഞും കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൽ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഒരു പൊടിച്ചെടുക്കണ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് കറിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1 ഗ്ലാസോളം സവാള നീളത്തിൽ കട്ട് ചെയ്തത്, അതുപോലെ തന്നെ കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ടൊരു വലിയ തക്കാളിയുടെ പകുതി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിവിടെ എന്താ പറയുക, ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും അതുപോലെ തന്നെ ചക്കക്കുരും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ തേങ്ങയുടെ, അതും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് ഈ ഒരു സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കുക, എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പാകത്തിനാണ് കേട്ടോ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഏകദേശം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം ഈ ഒരു കറി തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം തിക്കാവും. അപ്പോൾ നമ്മൾ ലൂസിന് തന്നെ ഇത് ഓഫ് ചെയ്താലാണ് കറി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാകത്തിന് കിട്ടുക. അപ്പോൾ ഈ ഒരു കറി ഞാൻ പറഞ്ഞല്ലോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് നല്ല ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്.
അപ്പോൾ അന്നേരം കുറച്ച് ഗ്രേവിയൊക്കെ നമുക്ക് വേണം, എന്നാലാണ് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു കറി തണുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു തിക്നെസ്സിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റാണ് ഈ ഒരു ഗ്രേവിയുടെ തിക്നെസ്. അപ്പോൾ ഇത് എന്താ പറയുക, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്